ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് AICC നിർദ്ദേശിച്ചത്. വർഷം വേണേ കിട്ടത്തുള്ളൂ. സതീശ സാർ വന്ന തലമുറകളെ അല്പ ചെറുപ്പമൊന്നും നോക്കാതെ എല്ലാവർക്കും നല്ല ചെയ്ത് കൊടുക്കും ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. ഇനി ഒരു 10-15 കൊല്ലം നമ്മൾ തന്നെ ആയിരിക്കും ഭരിക്കുന്നത്. 3 ടൈം നമ്മൾ തന്നെ ആയിരിക്കും. എല്ലാവരും നമ്മുടെ നേതാക്കന്മാരാണ്. എല്ലാവരും നമ്മുടെ നേതാക്കന്മാര് KC ആയിരുന്നാലും BD ആയിരുന്നാലും RC ആയിരുന്നാലും ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ഈ പാർട്ടിക്ക് വേണ്ടി ശക്തമായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതാക്കന്മാരാണ്. മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുവാൻ വേണ്ടി 10 ദിവസത്തെ വ്രതമാണ്. നോമ്പ് അനുഷ്ഠിച്ചു. ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു. അതായത് ഈ കാലഘട്ടത്തിൽ വി ഡി സതീശനെ പോലുള്ള ഒരു വ്യക്തി വന്നാല് വീണ്ടും നമുക്ക് 10 വർഷം വേണേ കിട്ടത്തുള്ളൂ. സതീശ സാർ വന്ന തലമുറകളെ അല്പ ചെറുപ്പമൊന്നും നോക്കാതെ എല്ലാവർക്കും നല്ല ചെയ്ത് കൊടുക്കും ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. അതിന്റെ ആഹ്ലാദം രാവിലെ 10 മുതൽ ഞാൻ കൺട്രോൾമെന്റിൽ KPCC ഇപ്പൊ ഇവിടെ വന്നു സഹിക്കാൻ പറ്റാത്തൊരു ആഹ്ലാദമാണ്. ഞാൻ തിരുവനന്തപുരത്തുള്ള KPCCയിലെ അംഗമാണ്, DCC അംഗമാണ്. ഞാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി. രാഹുൽ ഗാന്ധിയുടെ പേരിൽ സംഘടന വെച്ച സ്റ്റേറ്റ് പ്രസിഡന്റ്. ഇതിന്റെ എല്ലാത്തിന്റെ ഉപരി വി ഡി സാറിന് ഇഷ്ടമാണ്. അത് ഞങ്ങൾ പ്രോഗ്രാം വെച്ചപ്പോൾ 1000 വർഷം തന്നെ വിളിച്ചോണ്ട് അദ്ദേഹം ഓടി വന്ന ഒരു വ്യക്തിയാണ്. കണ്ടാലോടും ചിരിക്കുകയും കൈ കൊടുക്കുകയും ചെയ്യുന്ന മഹാനായ വ്യക്തിക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്ത് ഭരിക്കുവാനായിട്ട് ജഗദീശന് കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു. ജയ് കോൺഗ്രസ്, ജയ് രാഹുൽ, ജയ് മഹിളാ കോൺഗ്രസ്. വളരെ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഇനി ഒരു 10-15 കൊല്ലം നമ്മൾ തന്നെ ആയിരിക്കും ഭരിക്കുന്നത്. 3 ടൈം നമ്മൾ തന്നെ ആയിരിക്കും. 3 ടൈം. വി ഡി സതീശൻ വന്നത് കൊണ്ട് മാത്രമുള്ള ഉറപ്പാണോ അത്? അങ്ങനെ മാത്രമല്ലല്ലോ, അതാണ് പിണറായിക്കെതിരെയുള്ള ഒരു വികാരമാണ്. അതാണല്ലോ ഇത്രയും 10 വർഷത്തെ ഭരണ വികാരമാണിത്. 10 വർഷത്തെ കേരളം കണ്ട ഏറ്റവും അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഒരു ഭരണത്തിന്റെ അവസാന ഘട്ടമാണ് ഈ കണ്ടത്. കേരളം ജനത മടുത്തു. ആ മടുത്തതിന്റെ ഉദയമാണിത്. ഈ ഉദയം ഇനി ഒരു വലിയൊരു സൂര്യോദയമായി മാറുമെന്നുള്ള തർക്കമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ടീം UDF ആണ് നയിക്കാൻ പോകുന്നത്. ഒരു മാറ്റമില്ല, UDF തന്നെ. അപ്പൊ ഈ ടീമാണെന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ ഒരു കേട്ടോ KC-യും ഇല്ല, RC-യും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഗ്രൂപ്പില്ലല്ലോ. എല്ലാവരും നമ്മുടെ നേതാക്കന്മാരാണ്. എല്ലാവരും നമ്മുടെ നേതാക്കന്മാര് KC ആയിരുന്നാലും BD ആയിരുന്നാലും RC ആയിരുന്നാലും ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ഈ പാർട്ടിക്ക് വേണ്ടി ശക്തമായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതാക്കന്മാരാണ്. പിന്നെ ഇന്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു മതേതര മുന്നണി, ജനാധിപത്യ മുന്നണിയാണ്. ഇതിനകത്ത് എല്ലാവരെയും കേൾക്കണം. എല്ലാവരും കേട്ട് എല്ലാവരുടെയും പൂർണ്ണമായ അഭിപ്രായത്തോടു കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകണം. അതിനൊരു പ്രക്രിയയാണ് നടന്നത്. നിലപാടുള്ള ഒരു രാജകുമാരനാണ്. ഇവിടെ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം പുലരും. ഈ കേരളത്തിന്റെ ഒരു നവപിറവി വരാൻ പോവുകയാണ് വി ഡി സതീശൻ വരുന്നതിനോട്. പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ വി ഡി സതീശനെ കൊണ്ട് കഴിയും. അത് നല്ലൊരു പുതുയുഗമായിട്ട് മാറും. വലിയ പ്രതീക്ഷയാണ്, വൻപിച്ച പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ജനങ്ങൾ മാത്രമേ ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് AICC നിർദ്ദേശിച്ചത്. അത് വി ഡി സതീശൻ 100% കേരള ജനതയ്ക്ക് കൊടുത്ത വാക്ക്
അങ്ങേര് എന്ന് വാക്ക് പറഞ്ഞാലും അങ്ങേര് ആദ്യകാലം മുതൽ പ്രതിപക്ഷ നേതാവായ കാലം മുതൽ അങ്ങേര് പറയുന്ന വാക്ക് അച്ചട്ടായിട്ട് നടക്കാറുണ്ട്. ഇനിയും അങ്ങോട്ട് കേരളത്തിന് സുവർണ്ണ കാലഘട്ടമായിരിക്കും, കോൺഗ്രസ് പാർട്ടിയുടെ സുവർണ്ണ കാലഘട്ടമായിരിക്കും. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും. നിയമസഭ അകത്ത് കയറി